ഹലോ, വെൽക്കം ബാക്ക്. മൊബൈൽ ഫോണിലെ ആപ്പുകൾ ആപ്പാവുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. എന്നാൽ ഈ ആപ്പിനൊപ്പം അമാനുഷികമായ സംഭവങ്ങൾ കൂടി ചേർന്ന് വ്യക്തികളുടെ ഫുൾ കൺട്രോൾ ഏറ്റെടുക്കാൻ തുടങ്ങിയാലോ മൊത്തം കൈവിട്ട കളിയാവുന്ന അവസ്ഥ. ഏറ്റവും പുതിയ ഡ്രാമ ഇഫ് വിഷസ് കുടുക്കലിലേക്ക് നമ്മൾ കടക്കാൻ പോകുമ്പോൾ ഈ കൈവിട്ട കളികൾ പല ജീവിതത്തെയും എങ്ങനെ ബാധിക്കുന്നു നമ്മൾ കണ്ടറിയാൻ പോവുകയാണ്. അപ്പോൾ തുടങ്ങല്ലേ. ഇഫ് വിഷസ് കുടുക്കലിൻ്റെ തുടക്കം ഒരു ഹൈസ്കൂൾ പെൺകുട്ടി കത്തി ഉപയോഗിച്ച് ബോർഡിൽ എന്തോ കുത്തി കുറിക്കുന്നതിലൂടെയാണ്. 2005 മാർച്ച് 12. ഒപ്പം സ്വന്തം പേര് ദോ ഹേറം എന്നുമാണ് എഴുതുന്നത്. അവൾ ഫോണിൽ ഭീതിജനകമായ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയും നിങ്ങളെല്ലാവരും മരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഒരു വിഷ് നേർന്നിട്ട് ചെയ്യുന്നതോ സ്വന്തം കഴുത്തറുത്തുകൊണ്ട് ആ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തോ ബാധ കയറി കൂടിയ പോലെയാണ് അവളുടെ പെരുമാറ്റം കണ്ടത്. ആ ഫോണിലെ റെക്കോർഡിംഗ് ചിഹ്നം ശ്രദ്ധിച്ചാൽ കൈകൾ കൂപ്പി നിൽക്കുന്ന പോലെ. എന്താണിതൊക്കെ? അതറിയാൻ നമ്മൾ കുറച്ചു കാലം പിറകിലേക്കല്ല മുന്നിലേക്ക് പോവാണ്. 3 മാസം കഴിഞ്ഞുള്ള സമയം ജൂൺ 12. ഇവിടെ നാം സിയായെ പരിചയപ്പെടുകയാണ്. ഒരു സുന്ദരി പെൺകുട്ടി. അവൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയും അപ്പാർട്ട്മെൻറ്റിലെ തൻ്റെ അയൽക്കാരനും ക്ലാസ്മേറ്റും സർവോപരി തൻ്റെ കർഷകമായ ജിയോൺ വൂവിനെ ഉണർത്താൻ മെസ്സേജ് അയക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരുവരും ഒരുങ്ങി യൂണിഫോമൊക്കെ ഇട്ട് ലിഫ്റ്റിനടുത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ്. ഓടിക്കിതച്ചു നിൽക്കുന്ന ജിയോൺ വൂവിന് ഒരു ഉമ്മ. അതവൻ്റെ ആ ദിവസം തന്നെ ഉഷാറാക്കുവാണ്. ഇരുവരും രഹസ്യമായുള്ള ഡേറ്റിങ്ങിലാണ്. അവരങ്ങനെ ഒരുമിച്ച് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ജിയോൺ വൂവിനോട് ഇഷ്ടമുള്ള സുഹൃത്തായ നാരിയെ കണ്ടുമുട്ടുന്നുണ്ട്. സ്പെല്ലിംഗ് മാറിപ്പോരുത്, നാരി. നാരി ജിയോൺ വൂവിനോട് സംസാരിക്കാൻ തുടങ്ങുന്നതും ഈ കൂട്ടത്തിലെ 4ാമത് നമ്മൾ കാണുവാണ് ഹ്യോങ് വൂക്ക്. അവൻ ജോളി ടൈപ്പാണ്. പഠിക്കാനും പയ്യ വെറുതെ ചൊറിഞ്ഞും കളിച്ച് എൻജോയ് ചെയ്യുമ്പോൾ നാരി ആകട്ടെ നല്ല ആക്റ്റീവായിട്ടുള്ള പെൺകുട്ടിയും കുറച്ച് കുശുമ്പും വെട്ടിത്തോന്നു പറച്ചിലൊക്കെയുള്ള പെണ്ണാണ് അവൾ. സിയായും ജിയോൺ വൂവും എന്തിനാണ് ഇത്രയധികം സമയം ഒരുമിച്ച് ചെലവഴിക്കുന്നതെന്നും ഒരേ സമയം സ്കൂളിലെത്തുന്നതെന്നും ഹ്യോങ് വൂക്ക് ചോദിക്കുന്നു. കുറേ നാളായി കാണുന്നതാണ്. ഇനി പ്രണയത്തിലെങ്ങാണോ ആണോ എന്നൊന്ന് ട്രാക്ക് ഇടുമ്പോൾ നാരി അവരെ പ്രതിരോധിക്കാൻ ഇടപെടുന്നത് കണ്ട് ഹ്യോങ് വൂക്ക് അവളോട് ഇനി നിനക്ക് ജിയോൺ വൂവിനോട് ഇഷ്ടമുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കുന്നു. അവൾ അത് തുറന്ന് സമ്മതിക്കുകയാണ്. ഇത് സിയായ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഹ്യോങ് വൂക്ക് തമാശയായി നാരിയോട് തൻ്റെ ഇഷ്ടം തുറന്ന് പറയുന്നുണ്ടെങ്കിലും അവളത് പരുഷമായി നിരസിച്ച് പോകുന്നതിന് പിന്നാലെ ഇപ്പോൾ ഇങ്ങനൊരു സീനുണ്ടാക്കിയതിന് ജിയോൺ വൂവിൻ്റെ വക ഒരു കഴുത്തിന് പിടി. ക്ലാസ്സിലെത്തിയ ശേഷം ഹ്യോങ് വൂക്ക് അവൻ്റെ ലാപ്ടോപ്പ് നന്നാക്കാൻ കൊടുക്കുന്ന മറ്റൊരു സുഹൃത്ത് ഹാജൂൺ. അവനൊരു ബുജിയാണ്, നല്ല തലയുള്ള ബുദ്ധിജീവി, ക്ലാസ്സിലെ ടോപ്പറും. സിയ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ ഹാജൂൺ അവളെ നോക്കുന്ന രീതിയിൽ നിന്ന് അവരും അവളോട് ഇഷ്ടമുണ്ടെന്ന് വ്യക്തമാണ്. സിയയും ജിയോൺ വൂവും പ്രണയത്തിലാണെന്ന് തൻ്റെ സംശയം ഹ്യോങ് വൂക്ക് ഹാജൂണിനോട് പറയാൻ തുടങ്ങുമ്പോഴേക്കും ടീച്ചർ ക്ലാസ്സിലേക്ക് വരുന്നു. കഴിഞ്ഞ മാത്തമാറ്റിക്സ് പരീക്ഷയിൽ ഹാജൂണും ഹ്യോങ് വൂക്കുമാണ് ഒന്നാമതെത്തിയെന്ന് ടീച്ചർ അറിയിക്കുമ്പോൾ പഠനത്തിൽ അത്ര മിടുക്കനല്ലാത്ത ഹ്യോങ് വൂക്ക് എങ്ങനെ ഒന്നാമതെത്തി എന്നെല്ലാവരും അത്ഭുതപ്പെടുകയും പരീക്ഷയിൽ എന്തെങ്കിലും കൃത്രിമം നടന്നോ എന്ന് അന്വേഷിക്കണമെന്ന് തമാശയായി പറയുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഹ്യോങ് വൂക്കിൻ്റെ ഫോണിൽ ഗിരിഗോ എന്നൊരു ആപ്പിൽ നിന്ന് ഒരു സന്ദേശം വരുന്നു. യുവർ വിഷ് ഈസ് ഗ്രാൻറ്റഡ്. നിങ്ങളുടെ ആഗ്രഹം സഫലമായിരിക്കുന്നു. സുഹൃത്തുക്കൾ അവൻ്റെ വിജയത്തെക്കുറിച്ച് എന്ത് തിരിമറിയാണ് നടത്തിയെന്ന് അതിശയത്തോടെ ചോദിക്കുമ്പോൾ ഹ്യോങ് വൂക്ക് ഈ ആപ്പിനെക്കുറിച്ച് അവരോട് പറയുന്നു. ആപ്പ് പ്രവർത്തിക്കുന്ന രീതി നോക്കിയാൽ ഒരു കടലാസിൽ സ്വന്തം പേരും ജനനസമയവും ഗ്രഹനിലയും എഴുതണം. ഗ്രഹനില എന്ന് വെച്ചാൽ കൊറിയൻ സംസ്കാരത്തിലെ സാജു 4 പില്ലേഴ്സ് ഓഫ് ഡെസ്റ്റിനി, ജനിച്ച വർഷം, മാസം, ദിവസം, സമയം എന്നിങ്ങനെ എഴുതിയ ശേഷം തൻ്റെ ആഗ്രഹം ആത്മാർത്ഥമായി പറയുന്ന ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് ആപ്പിലൂടെ അയക്കണം. അപ്പോൾ വൈകാതെ ആഗ്രഹം സഫലമാകും. ഹ്യോങ് വൂക്ക് താൻ റെക്കോർഡ് ചെയ്ത വീഡിയോ അവരെ കാണിക്കുന്നു. പരീക്ഷയ്ക്ക് ജയിക്കാനായി. ഇവിടെ നമ്മൾ ഈ റെക്കോർഡിംഗ് സൈൻ നോക്കിയാൽ തുടക്കത്തിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തപ്പോൾ കണ്ട അതേ നമസ്കാര സിമ്പിൾ തന്നെ. എന്നാൽ സുഹൃത്തുക്കൾ ഇത് വിശ്വസിക്കാതെ അവനെ കളിയാക്കുന്നു. സത്യമാണെന്നും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൻ അവരുടെ ഗ്രൂപ്പിൽ അവൻ്റെ APK ഫയൽ വിട്ടുകൊടുക്കുകയാണ്. ജിയോൺ വൂ ഉടൻ തന്നെ അതെടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സിയ ഹ്യോങ് വൂക്കിനോട് ഇത്തരം ആപ്പുകളെ വിശ്വസിക്കാതെ മര്യാദയ്ക്കിരുന്ന് പഠിക്കാൻ ഉപദേശിക്കുന്നു. അങ്ങനെ നിൽക്കെയാണ് ഹ്യോങ് വൂക്കിൻ്റെ ഫോണിൽ ഒരു ടൈമർ ഓടാൻ തുടങ്ങുന്നത്. ഇതവൻ എന്താണെന്ന് കൗതുകത്തോടെ നോക്കുമ്പോൾ 23 മണിക്കൂറിനുള്ളിൽ അവസാനിക്കാൻ പോകുന്ന ഒരു ടൈമറും. അപ്പോൾ അതിനുള്ളിലായി ആപ്പിൻ്റെ വക എന്തോ ഒരു കോൾ വരുന്നുണ്ട്. ഈ സുഹൃത്ത് ബന്ധത്തിനിടയിൽ പല പ്രശ്നങ്ങളും നിലനിൽക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാരിക്ക് ഹ്യോങ് വൂക്കിനെ ഇഷ്ടമല്ല. അടുത്തു വരാൻ പോകുന്ന അവൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാൻ പോലും അവൾക്ക് താല്പര്യമില്ല. അവൾ സിയയോട് ഹ്യോങ് വൂക്കിനെ പറ്റി മോശമായി സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ജിയോൺ വൂവിനെ ചൊല്ലി സിയയും നാരിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും ഇതിന് ഉദാഹരണമാണ്. മറ്റൊരു വശത്ത് ഹെയ്റ്റ്സൽ എന്നൊരു ശമനെ മന്ത്രവാദിനെ നമ്മൾ കാണുവാണ്. അവളുടെ വീട്ടിലായി കുറേ കല്ലുകൾ അടുക്കി വെച്ചിട്ടുള്ള ഒരു ആരാധനാ പ്രദേശമുണ്ട്. അവിടെ പ്രാർത്ഥന നടത്തി തിരിച്ചു നടക്കുന്നതും ഒരു വെള്ളപ്പാമ്പ് പുറത്തേക്ക് വന്ന് അങ്ങനെ വിടർന്ന് ചീറ്റി നിൽക്കുന്നത് കാണുന്നു. ഇതൊരു സൂചനയാണ്. ഒരു അതിഥി വരുമെന്ന് പാമ്പ് സൂചന നൽകിയതായി അവർ തൻ്റെ കൂട്ടാളിയോട് പറയുമ്പോൾ എന്തോ മുഖത്തൊരു വല്ലായ്മയുണ്ട്. വരുന്ന അതിഥി നല്ലതാണോ ചീത്തയാണോ എന്നറിയില്ലെന്നങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഒന്ന് കരുതിയിരുന്നോളാൻ പറയുമ്പോൾ സ്കൂളിൽ ജിയോൺ വൂ ആൻഡ് സിയ ഹൈ ജമ്പ് പരിശീലനത്തിലാണ്. സിയ മിടിക്കുകയാണ്.
എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഫെയിലിന് ശേഷം ഇപ്പോഴും അവന് പഴയ പോലെ ചാടാൻ കഴിയുന്നില്ല. പേടിയും വിറയലും തന്നെ അതിന് കാരണം. സേ അവനെ ആശ്വസിപ്പിക്കുന്നു. ഇതിനിടയിൽ സേയയ്ക്ക് നാഷണൽ റിസർവ് ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ച വിവരം കോച്ച് അറിയിക്കുന്നു. ഗ്യോൺവൂവിനോട് ഈ സന്തോഷ വാർത്ത പറഞ്ഞോളാൻ വയ്യാതിരിക്കെ അന്ന് രാത്രി നൈറ്റ് ക്ലാസ്സിലേക്ക് നോക്കിയാൽ ഹ്യോങ്-വോക്ക് വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. അവൻ ചില ഗുളികൾ കഴിക്കുന്നത് ഹാജോൺ ശ്രദ്ധിക്കുന്നു. ആ ഒരു സമയത്ത് സേയുടെ ഒരു കോൾ ഹ്യോങ്-വോക്കിന് വരുന്നു. ഫോൺ അറ്റൻഡ് ചെയ്തപ്പോൾ തന്നോട് സംസാരിക്കുന്ന പകരം സേയ മറ്റുള്ളവരോട് അവനെക്കുറിച്ച് മോശമായി സംസാരിക്കുന്ന പോലെയാണ് കേൾക്കുന്നത്. അവൻ വെറും മോശമാണെന്നും തലവേദനയാണെന്നും ബർത്ത്ഡേ പാർട്ടിക്ക് പോകാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ഹ്യോങ്-വോക്ക് തിരിച്ചങ്ങോട്ട് സംസാരിക്കുന്നതും പെട്ടെന്ന് ഫോൺ കട്ടാകുന്നു. അവനത് നല്ല വിഷമമാണ്. തിരിച്ച് ചറപറ വിളിച്ച് ദേഷ്യപ്പെടാൻ നോക്കുന്നതിലും അവൾ ഫോൺ എടുക്കുന്നില്ല. എന്നാൽ സേയ അവനെ വിളിച്ചിട്ടേ ഇല്ല എന്നത് മറ്റൊരു സത്യം. പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു? പിന്നീട് സേയയും ഗ്യോൺവൂവും അവളുടെ സെലക്ഷൻ ആഘോഷിക്കുന്ന ടൈമിൽ ഹ്യോങ്-വോക്ക് തന്നെ 39 തവണ വിളിച്ചതായി മിസ് കോൾ നോട്ടിഫിക്കേഷൻസ് കണ്ട് എന്താണെന്ന് അറിയാനായിട്ട് അവൾ തിരിച്ചു വിളിക്കുന്നതും അവൻ അമർഷത്തോടെ നീ എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരില്ലല്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് സേയയ്ക്ക് പെട്ടെന്ന് ട്രെയിനിങ്ങിൻ്റെ കാര്യം ഓർമ്മ വരുന്നത്. സെലക്ഷൻ ലഭിച്ചതോടെ ട്രെയിനിങ് ഉള്ളതുകൊണ്ട് വരാൻ പറ്റില്ലെന്ന് അവനോട് പറയുന്നതും അവൻ പിന്നൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്യുന്നു. ഇതോടെ അവനെന്ത് കരുതും നേരത്തെ കേട്ട ഫോൺ കോൾ അപ്പോൾ സത്യം തന്നെയാണെന്ന്. അതിലെ നിഗൂഢത എന്താണെന്ന് നമ്മൾ ഇനി അറിഞ്ഞിട്ടില്ല. ഹ്യോങ്-വൂക്കിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ട്രെയിനിങ് കാരണം പോകാൻ കഴിയില്ലെന്ന് ഗ്യോൺവൂവിനോട് പറഞ്ഞിട്ട് ഇനി ട്രെയിനിങ് മാറ്റിവെക്കാൻ കോച്ചിനോട് റിക്വസ്റ്റ് ചെയ്താലോ എന്ന് നിൽക്കുകയാണ് ഒരു സംഭവം. തമാശ രൂപേണ ഗ്യോൺവൂ ഗിരിഗോ ആപ്പിൽ ഒരാഗ്രഹം നേരുന്നു. സേയുടെ പ്രാക്ടീസ് ക്യാൻസൽ ആകണം, അങ്ങനെയാൽ ഞങ്ങൾക്ക് പാർട്ടിക്ക് പോകാം. ഏതോ തട്ടിപ്പാപ്പല്ലേ, ഒരു രസം എന്ന പോലെ ഇങ്ങനെയൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യുമ്പോൾ അതേസമയം നാരി അവളുടെ ടെക്കി കൂട്ടർ മുഖേന പ്രായപൂർത്തിയായെന്നുള്ളൊരു ID കാർഡ് സംഘടിപ്പിച്ച് ക്ലബിൽ പാർട്ടി ആഘോഷിക്കാൻ പോകുന്നു. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലെത്തുമ്പോൾ നാരി വന്നിട്ടില്ല, അവൾ ആബ്സെൻ്റ് ആണ്. സേയ നോക്കുമ്പോൾ ഹ്യോങ്-വോക്ക് നാരി ഇരിക്കുന്ന സീറ്റിലേക്ക് അങ്ങനെ നോക്കിയിരിക്കുവാണ്. എന്തോ വിചിത്രമായ പെരുമാറ്റം. കണ്ണൊക്കെ ചുവന്ന് വെള്ളമൊക്കെ ഒഴുകി ഒരു വിഭ്രാന്തി വന്ന പോലെ ഡെസ്കിൽ കിടക്കുന്നു. മാഷ് വന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്നതും പെട്ടെന്ന് അവന് ഫോണിൽ ഒരു ടൈമർ നോട്ടിഫിക്കേഷൻ വരുന്നു. 2.5 മിനിറ്റ് സമയം. ഇത് കേട്ട മാഷ് അവനോട് എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടിട്ടും അനങ്ങാത്തത് കണ്ട് ചുറ്റുമുള്ളവർ വിളിക്കുന്നു. പൊടുന്നനെ അപസ്മാരം വന്ന പോലെ നിന്ന് വിറയ്ക്കുവാണ്. അധികം വൈകാതെ നോർമലാവുന്നതും പിന്നെ കാണുന്നതോ അവനെ കൊണ്ട് ആരോ ചെയ്യിപ്പിക്കുന്ന പോലെ സ്വബോധത്തിലല്ലാതെ ബാഗിൽ നിന്നും ഒരു ബ്ലേഡ് എടുക്കുന്നു. ഇത് കണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കെ ഹ്യോങ്-വോക്കിൻ്റെ ശരീരം വിചിത്രമായ രീതിയിൽ വളയുകയും പുളയുകയും ചെയ്തുകൊണ്ട് ആ കത്തി അവിടെ നിൽക്കുന്ന സേയയുടെ നേരേക്ക് നീട്ടുവാണ്. എന്നിട്ട് ഇവിടെ ഓടിപ്പോവാൻ നാശമേ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവൻ സേയ അല്ല നോക്കുന്നത്, അവിടെ അടുത്തായുള്ള ഒരു ചെയറിലായി നോക്കിയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നിട്ട് അരിശത്തോടെ അലറിക്കൊണ്ട് നേരെ പാഞ്ഞെടുത്തുകൊണ്ട് ജനാല പൊട്ടിച്ച് പുറത്തേക്ക്. ഫോണിൽ ഇനി 27 സെക്കൻഡേ ശേഷിക്കുന്നുള്ളൂ എന്ന് നോക്കി നിൽക്കെ അവൾ അവനെ ശാന്തനാക്കാൻ ശ്രമിക്കുന്നെങ്കിലും പൊടുന്നനെ ബാധയേറ്റതുപോലെ ചാടി എണീറ്റുകൊണ്ട് അവൻ സ്വന്തം കൈകൊണ്ട് കഴുത്തറക്കുന്ന ഒരു ഭീകര കാഴ്ച. അവൻ്റെ രക്തം സേയുടെ മേൽ തെറിച്ച് മരണത്തിന് കീഴടങ്ങുന്നതും ഫോണിൽ ടൈമർ 0 ഒരു സ്കൂളിലും നടക്കാൻ പാടില്ലാത്ത ഞെട്ടിക്കുന്ന സംഭവമാണ് നടന്നിരിക്കുന്നത്. സേയ ഈ സ്കൂളിൽ പഠിക്കുന്ന തുടക്കാലം മുതലേ ഉള്ള ഒരു രസകരമായ കൂട്ടായിരുന്നു ഇവൻ. അവൾ ഈ സ്ഥലത്തേക്ക് താമസം മാറുന്നത് മാതാപിതാക്കളുടെ ദൗർഭാഗ്യകരമായ മരണത്തോടെയാണ്. ഡോക്ടർ ആൻറ്റിയുടെ കൂടെയായിരുന്നു പിന്നീട് കഴിഞ്ഞത്. അപ്പാർട്ട്മെൻറ്റിലെ ലിഫ്റ്റിൽ വെച്ച് ഗിയോണും സേയയും ആദ്യമായി കണ്ടുമുട്ടിയപ്പോഴേ അവനൊരു പ്രത്യേക താല്പര്യം അവളിൽ തോന്നിയിരുന്നു. ഒതുങ്ങിക്കൂടുന്ന പ്രകൃതമായ സേയയെക്കുറിച്ച് മറ്റു കുട്ടികൾ ഓരോ ഗോസിപ്പുകൾ, പേരൻസിൻ്റെ മരണത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞ് ശപിക്കപ്പെട്ടവൾ എന്നപോലെ സംസാരിച്ച് ദേഷ്യം പിടിപ്പിച്ചപ്പോഴായിരുന്നു ഒപ്പം ഗ്യോൺവോ, നാരി, ഹാജോൺ, ഹ്യോങ്-വോക്ക് എന്നിവരെല്ലാം അവൾക്ക് പിന്തുണയുമായി കൂടെ നിന്നങ്ങനെ അടുക്കാൻ തുടങ്ങിയത്. ഹ്യോങ്-വോക്ക് അവളുടെ സങ്കടം മാറ്റാൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കീ ചെയിനും അന്ന് അവൾക്ക് സമ്മാനമായി നൽകി. ഇങ്ങനെയാണ് 5 പേരും നല്ല ഫ്രണ്ട്സുകളായി മാറിയതും. അതിലൊരുവനാണ് ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം നടുക്കുന്നൊരു ആത്മഹത്യ നടത്തിയിരിക്കുന്നത്. ഫോണിലെ ടൈമർ കൃത്യം 0 കിടക്കുന്നുണ്ട് സേയയും അത്ഭുതപ്പെടുന്നു. ഹ്യോങ്-വോക്കിൻ്റെ മരണം ഒരു ആത്മഹത്യയാണെന്ന് പോലീസ് വിധി എഴുതുന്നു. എന്നാൽ സേയയ്ക്ക് അവൻ്റെ മരണം അത്ര എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സ്കൂളിലെ നഴ്സിൻ്റെ റൂമിലിരിക്കുന്ന അവൾ പുതിയൊരു സെറ്റ് വസ്ത്രം എടുക്കാനായി ലോക്കറിനടുത്തേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് താൻ ആദ്യമായി സ്കൂളിൽ ചേർന്നപ്പോൾ ഹ്യോങ്-വോക്ക് നൽകിയ പഴയ കീച്ചെയിൻ കണ്ട് തലേ ദിവസം രാത്രി അവനുമായി സംസാരിച്ച കാര്യങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് വരുന്നു. കഴിഞ്ഞ രാത്രി അവൻ്റെ ജന്മദിന പാർട്ടിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് ഫോണിൽ പറഞ്ഞ് നമ്മൾ കണ്ടിരുന്നു. അതുകൊണ്ട് അവൾ ഒരു ജന്മദിന സമ്മാനം മുൻകൂട്ടി നൽകാനായി ആ രാത്രി തന്നെ അവൻ്റെ വീട്ടിൽ പോയിരുന്നു. സേയ പാർട്ടിക്ക് വരില്ലെന്ന് കേട്ടപ്പോൾ ഹ്യോങ്-വോക്കിന് വിഷമമായെങ്കിലും അവളുടെ ഈ സന്ദർശനം അവനെ കുറച്ചൊന്ന് സന്തോഷിപ്പിച്ചു. വീക്കെൻഡിൽ തനിക്ക് പരിശീലനം തുടങ്ങേണ്ടതുണ്ടെന്ന് അവൾ അവനോട് പറഞ്ഞു. കൂടാതെ മറ്റു കൂട്ടരെല്ലാവരും പാർട്ടിക്കുണ്ടാകുമെന്ന് ഉറപ്പ് നൽകി. എന്നാൽ അവരൊന്നും വരാൻ പോകില്ലെന്ന് ഹ്യോങ്-വോക്ക് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. സേയയുമായി സംസാരിച്ച വഴി അവന് മനസ്സിലായി ആ ഫോൺ കോൾ അവളുടേതല്ലായിരുന്നു എന്ന്. അവൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരം മുന്നേ വന്ന നിഗൂഢമായ ഫോൺ കോളിനെ കുറിച്ച് ഹ്യോങ്-വോക്ക് പറഞ്ഞു. ഫോണിൻ്റെ അപ്പുറത്ത് സംസാരിച്ചത് സേയ ആണെന്ന് അവൻ വിശ്വസിച്ചു. എന്നാൽ അത് അവളല്ലെന്ന് ഇപ്പോൾ മനസ്സിലായതും ഇതും പറഞ്ഞ് തെറ്റിദ്ധരിച്ചതിൻ്റെ കുറ്റബോധം അവൻ പ്രകടിപ്പിച്ചിരുന്നു. നിലവിൽ ഹ്യോങ്-വോക്കിൻ്റെ മരണം നൽകിയ ആഘാതത്തെ ഓരോ സുഹൃത്തും ഓരോ രീതിയിലാണ് നേരിടുന്നത്.
ജിമ്മിൽ വെച്ച് സേയ അവളുടെ കോച്ചിനെ കാണുകയും അവരവളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് പ്രാക്ടീസ് ക്യാൻസൽ ആക്കിയെന്നും നീ വീട്ടിൽ പോയി ഒന്ന് റിലാക്സ്ഡ് ആകുമെന്നും പറഞ്ഞ് വിട്ട് നടക്കുമ്പോഴാണ് പെട്ടെന്ന് സേയുടെ മനസ്സിൽ ഒരു കാര്യം സ്ട്രൈക്ക് ആകുന്നത്. തലേരാത്രി പരിശീലനം മുടങ്ങണമെന്ന് ഗ്യോൺവു ആ ഗിരിഗോ ആപ്പിൽ കയറി ഒരു വിഷ് നടത്തിയിരുന്നു. ഇപ്പോഴാണെങ്കിൽ അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. സേയ ഉടൻ തന്നെ തിരിഞ്ഞിട്ട് പ്രാക്ടീസ് ക്യാൻസൽ ആക്കേണ്ടെന്നും എനിക്ക് ഈ അവസ്ഥയിൽ പരിശീലിക്കാൻ അവസരം തരുമോ എന്ന് ചോദിച്ച് കോച്ചിനടുത്തേക്ക് നടക്കുന്നത് മൊത്തം പ്രശ്നമാണ്. മുന്നേ മരിക്കുന്ന ആ സമയത്ത് ഹ്യോബോക്കിൻ്റെ കയ്യിൽ ഫോണുണ്ടായിരുന്നു. അതിൽ ടൈമർ 0 എന്ന് കണ്ടു. തലേ ദിവസം ഈ ആപ്പിനെ പറ്റി പറഞ്ഞപ്പോഴും അവൻ കാട്ടിയ സമയത്ത് ഈ ടൈമർ റൺ ആവാൻ തുടങ്ങിയതായിരുന്നു. കൃത്യം 24 മണിക്കൂർ ആയപ്പോഴാണ് ഈ അനിഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഇതോടെ സേയ്ക്ക് വിറയലായി ഉടൻ തന്നെ സമയം പരിശോധിക്കുമ്പോൾ ഇതേ സമയം നിങ്ങളുടെ വിഷ് സഫലമായെന്ന സന്ദേശം ഗ്യോൺവുവിൻ്റെ ഫോണിലേക്കും. ഹ്യോബോക്കിനെ പോലെ അവനും ഒരു മരണ ടൈമർ സ്റ്റാർട്ട് ആവുകയാണ്. 24 hours. സേയ ഓടി അവൻ്റെ അടുത്തേക്ക് എത്തി ഫോണിൽ ഇത് കാണുന്നതും ഹ്യോബോക്കിൻ്റെ അതേ അവസ്ഥ അവനുണ്ടാകാൻ പോവുകയാണെന്ന് അവൾ ഭയപ്പെടുന്നു. തലേ ദിവസത്തെ പാർട്ടി ഹാങ് ഓവർ ലേറ്റായി എത്തുന്ന നാരിയുമായി ചേർന്ന് ഇവർ ഇതേക്കുറിച്ച് സംസാരിച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റി നിൽക്കുകയാണ്. വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് സേയ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നാരി അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. എല്ലാം വെറും തോന്നലാണ്. ഒരാപ്പ് എങ്ങനെ മനുഷ്യനെ കൊല്ലാനാണ്? അങ്ങനെ നാരിയും സേയയും തമ്മിൽ ഒരു വലിയ തർക്കം തന്നെ ഉണ്ടാകുന്നു. ഹ്യോബോക്ക് മരിച്ചതിന് കാരണം സേയ ആണെന്ന് വരെ അവൾ പറയുന്നു. ഇതുകൊണ്ട് ഗ്യോൺവു സേയയുടെ പക്ഷം ചേരുന്നതിൽ നാരിക്ക് ദേഷ്യം വരുന്നു. നാരിയുടെ അഭിപ്രായത്തിൽ സേയയുടെ മാതാപിതാക്കൾക്ക് സംഭവിച്ച കാര്യങ്ങൾ കാരണം അവൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിർഭാഗ്യം കൊണ്ടുവരുന്നവളാണ്. എന്നാൽ ഇവിടെ വെച്ച് തൻ്റെ മാതാപിതാക്കളുടെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് തന്നെ വേട്ടയാടുന്നുണ്ടെന്നും താൻ സ്നേഹിക്കുന്ന മറ്റൊരാൾ കൂടി മരിക്കുന്നത് നോക്കി നൽകാൻ തനിക്കാവില്ലെന്നും സേയ തുറന്നു പറയുന്നു. വൈകാതെ ഹാജുണും ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് അവൻ ഗ്യോൺവുവിൻ്റെ ഫോണിൽ നിന്ന് ആപ്പ് ഡിലീറ്റ് ചെയ്യാനും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനും ശ്രമിക്കുന്നെങ്കിലും നടക്കുന്നില്ല. ആപ്പ് ഓട്ടോമാറ്റിക്കായി അതിൽ ഇൻസ്റ്റാളായി കിടക്കുകയാണ്. എന്നിട്ടും ടൈമറും ഓടിക്കൊണ്ടിരിക്കുന്നു. ഫോൺ അടിച്ച് തകർത്താലും ഒന്നും മാറില്ലെന്ന് അവർ തിരിച്ചറിയുമ്പോൾ അതിനർത്ഥം ഗ്യോൺവുവിൻ്റെ സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പരിഹാരം കണ്ടെത്താനായി സേയുടെ വീട്ടിൽ ഒത്തുകൂടാൻ തീരുമാനിക്കുന്നു. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ ഗ്യോൺവു അവളെ ആശ്വസിപ്പിക്കുന്നു. സേയുടെ ജീവിതത്തിൽ ഗ്യോൺവുവിന് നല്ല പ്രാധാന്യമുണ്ട്. പണ്ട് ഈ ടൗണിലേക്ക് മാറിയപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് തകർന്നിരുന്ന സമയം അവൾ വല്ലാണ്ട് ഡിപ്രസ്ഡായി തുടങ്ങിയിരുന്നു. എന്നാൽ ഗ്യോൺവു ആണ് തനിക്കൊരു കംഫർട്ട് ഉണ്ടാക്കിയെന്നും ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിച്ചെന്നും അവൾ അവനോട് സമ്മതിക്കുന്നു. അപ്പാർട്ട്മെൻറ്റിലെത്തിയ ശേഷം സേയ കുളിക്കാനായി തൻ്റെ ഫ്ലാറ്റിലേക്കും ഗ്യോൺവു അവൻ്റെ റൂമിലേക്കും പോകുന്നു. പെട്ടെന്ന് സേയുടെ പേരിൽ നിന്ന് അവനൊരു കോൾ വരികയാണ്. ഫോണിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ അവനെ ഞെട്ടിക്കുന്നത്. സേയ വേറെ ആരോടോ ഗ്യോണിനെ കുറിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുകയാണ്. അവനൊരു വിഡ്ഢിയാണെന്നും ഒരു വാക്കി കൊള്ളാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട്. മുന്നേ ഒരിക്കൽ ഹ്യോൺവോക്കിന് വന്ന അതേപോലെ. ഇത് കേട്ട് അവൻ കടിച്ചാതെ നേരെ അപ്പോൾ തന്നെ സേയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നു. കുളിച്ചിട്ടിറങ്ങുന്ന അവളോട് ഫോണിൽ സേയുടെ ശബ്ദത്തിൽ അവനെയും അവൻ്റെ പ്രണയത്തെയും പരിഹസിച്ച് സംസാരിക്കുന്ന കേൾപ്പിക്കാൻ എത്തുമ്പോഴേക്കും അത് കട്ടാകുന്നു. ആരോ ഹാക്ക് ചെയ്ത് അവർ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടെന്ന് പേടിച്ച് അവൻ തങ്ങളുടെ ഫോണുകൾ തൽക്കാലത്തേക്ക് ഫ്രിഡ്ജിനുള്ളിൽ വയ്ക്കുന്നു. ഫോണിൽ സംസാരിച്ച സേയ അല്ലെങ്കിൽ പിന്നെ ആരാണ്? മുന്നേ ഹ്യോൺവോക്കിനും ഇതുപോലെ വന്ന കോളിനെക്കുറിച്ച് അവൾ അവനോട് പറയുന്നു. വൈകാതെ മറ്റു രണ്ടുപേരും അവിടേക്ക് എത്തി. അങ്ങനെ ഹാജൂൺ ഫോൺ ലാപ്ടോപ്പുമായി കണക്ട് ചെയ്ത് പ്രോഗ്രാമിങ്ങിലൂടെ റീബൂട്ട് ചെയ്തിട്ടും ആപ്പ് പോകാൻ നിൽക്കുന്നുണ്ട്. ആപ്പിൻ്റെ കോഡിംഗ് പരിശോധിച്ച് ടൈമർ നിർത്താൻ ശ്രമിക്കുന്നു. ഈ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കെ ഗ്യോൺവു വിചിത്രമായി പെരുമാറാൻ തുടങ്ങുന്നു. തൻ്റെ കണ്ണിൽ എന്തോ വീണെന്നും പറഞ്ഞിട്ട് അവൻ കണ്ണു വല്ലാതെ തിരുമുകയാണ്. നിർത്താൻ പറഞ്ഞ് അവനെ തടയാൻ ശ്രമിച്ച സേയെ അവൻ തെള്ളി മാറ്റുന്നതും അസ്വാഭാവികമായി പെരുമാറാൻ തുടങ്ങുന്നു. പെട്ടെന്ന് അവൻ മുറിയുടെ ഒരു മൂലയിലേക്ക് വിരൽ ചൂണ്ടി അവിടെ ആരും നിൽക്കുന്ന പോലെ പോവെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. എന്നിട്ട് ആ കൈ മടക്കി തിരിച്ച് ആ വിരൽ നേരെ അവൻ്റെ കണ്ണിലേക്ക് കൊണ്ടുവരുന്നു. ഏതോ ബാഹ്യശക്തി അവനെ കൊണ്ട് ചെയ്യിക്കുന്നത് പോലെ. എല്ലാവരും നോക്കി നിൽക്കെ നാരി ഇതെല്ലാം റെക്കോർഡ് ചെയ്യുന്നതും കാര്യങ്ങൾ വഷളാവുകയാണ്. ഗ്യോൺവു തൻ്റെ വിരൽ കൊണ്ട് സ്വന്തം കണ്ണ് മാന്തി പൊളിക്കുന്നു. എല്ലാവരോടും അവിടെ നിന്ന് പോകാൻ അവൻ ആക്രോശിച്ച് നിൽക്കെ പെട്ടെന്ന് മുഖം മൊത്തം മുറിവുമായുള്ളൊരു പെൺകുട്ടിയുടെ രൂപം. അത് അവന് കാണാൻ പറ്റും, വേറെ ആർക്കും കാണാൻ കഴിയില്ല. എന്നാൽ അത് തുടക്കത്തിൽ നമ്മൾ കണ്ട ആത്മഹത്യ ചെയ്ത പെണ്ണുമല്ല. അങ്ങനെ ആ ദുരാത്മാവ് അവനെക്കൊണ്ട് തന്നെ സ്വയം ഉപദ്രവിപ്പിക്കുന്നു. ഹാജൂൺ അവനെ പിടിച്ച് നിർത്താൻ ശ്രമിക്കുമ്പോൾ വളരെ ശക്തമായി അവനെ കഴുത്തിന് പിടിച്ച് മുറുക്കി നിർത്തവേ സേയ പോലീസിലേക്കും ആംബുലൻസിലേക്കും വിളിക്കുന്നു. വീണ്ടും ഗ്യോൺവു അവളെ അടിച്ചു തെറിപ്പിച്ച് ഹാജൂണിനോടായി ആപ്പിൽ അനാവശ്യമായി ഇടപെട്ടതിന് കുറ്റപ്പെടുത്തുകയും എല്ലാവരെയും കൊല്ലുമെന്നും അവൻ ഭീഷണിപ്പെടുത്തുന്നു. ശ്വാസം കിട്ടാതെ ഹാജൂൺ ബോധരഹിതനാകാൻ തുടങ്ങുന്നതുകൊണ്ട് അവനെ രക്ഷിക്കാനായി സേയ ഒരു ലാപ്ടോപ്പ് എടുത്ത് ഗ്യോൺവുവിൻ്റെ തലയിലേക്ക് അടിക്കുന്നതും അവൻ നിമിഷങ്ങൾക്കുള്ളിൽ ഹാജൂണിൻ്റെ പിടിവിട്ട് തറയിലേക്ക് ബോധം കെട്ട് വീഴുകയാണ്. തലപൊട്ടി ചോര ഒലിക്കുന്നുമുണ്ട്. എക്സ്ട്രീം ഭീതിജനകമായ ഒരു സംഭവമാണ് ഈ നടന്നിരിക്കുന്നത്. ഹാജൂണിന് ഭാഗ്യത്തിന് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചില്ല. എന്നാൽ ഗ്യോൺവു വളരെ സീരിയസ് ആയി ICUയിലും സേയ ആവശ്യമായും അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അവളുടെ ഏകാശ്രമയ ആൻറ്റി ഈ ആശുപത്രിയിലെ ഒരു ഡോക്ടറാണ്. ഗിയോണിൻ്റെ അവസ്ഥയ്ക്ക് കാരണം താൻ ലാപ്ടോപ്പ് വെച്ച് അടിച്ചതാണെന്ന് ആദ്യം സേയ കരുതുന്നെങ്കിലും
അതിൻ്റേതല്ല ഈ സിറ്റുവേഷൻ എന്ന് ആൻറ്റി അറിയിക്കുന്നു. നടന്ന കാര്യങ്ങളൊന്നും സേ തുറന്നു പറയാൻ തയ്യാറാവുന്നുമില്ല. നാരി സേയോട് സംസാരിക്കുകയും ഗിയോൺവുവിൻ്റെ വീട്ടുകാർ അവളെ തിരയുന്നുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചത് ഹാജുവിനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നറിയാതെ അവരവളെയാണ് കുറ്റപ്പെടുത്തുന്നത്. സേയ്ക്ക് വേണ്ട സാധനങ്ങൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാമെന്ന് നാരി പറയുന്നുണ്ടെങ്കിലും ആൻറ്റി എല്ലാം എത്തിച്ചിട്ടുണ്ടെന്ന് അവൾ അറിയിക്കുന്നു. നാരിയുടെ ബാഗും മറ്റും അവളുടെ വീട്ടിലാണ്. അതുകൊണ്ട് അവളുടെ സ്റ്റെപ്സ് എടുക്കാനായി സേ വീടിൻ്റെ പാസ്വേഡ് നാരിക്ക് നൽകുന്നു. അതേസമയം ഹാജുൺ ആപ്പ് നിർത്തലാക്കാൻ വീണ്ടും ശ്രമിക്കുകയാണ്. ഇവൻ്റെ സഹോദരിയാണ് നമ്മൾ മുന്നേ കണ്ട ആ ഷാമൻ മന്ത്രവാദിനി ഹെയ്റ്റ്സൽ ഹായങ്. അവർ ഈ സമയത്ത് അവനെ വിളിച്ചിട്ട് ഇതിൽ നിന്നെല്ലാം പിന്മാറാനായിട്ട് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. സേ കാരണമാണ് അവൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്ന് അവൾ പറയുന്നു. ഹായങ്ങിൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾ ജുഗു എന്നൊരു ദുരാത്മാവിനെയാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇതൊരു ശാപമാണ്. നിലവിൽ ഇതൊരു സ്മാർട്ട് ഫോൺ ആപ്പിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഒരാളുടെ ചിന്തകളടങ്ങിയ ചിത്രമോ വീഡിയോ ലഭിച്ചാൽ ഈ ശാപം അതിലേക്ക് പടരും. ഹായങ് ഹാജൂറിനോട് തൻ്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് വരാൻ പറയുന്നു. എന്നാൽ ഹാജൂറിന് തൻ്റെ ചേച്ചി തന്നെ വിട്ട് മാറി നിൽക്കുന്നതിൽ നല്ല നിരസമുണ്ട്. അവൻ മടിച്ച് സംസാരിക്കവേ സംസാരത്തിനിടയിൽ ഹെയ്റ്റ്സലിൻ്റെ വീട്ടിലുള്ള ആ പാമ്പ് പെട്ടെന്ന് അസാധാരണമായി തലയുയർത്തി കരയുന്ന പോലെ ചീറ്റുന്നു. ഇത് കണ്ടതും ഹായങ്ങിൻ്റെ സ്വഭാവം മാറുകയും എന്തോ ഭീകരത വരാൻ പോണ പോലെ അവൾ ഉത്കണ്ഠയോടെ സേയെക്കുറിച്ച് ചോദിക്കുന്നു. അവളുടെ അടുത്തിപ്പോൾ ആരുണ്ട്? സേയ കൊടിയ അപകടത്തിലാണെന്ന് അവൾ ഹാജൂറിന് മുന്നറിയിപ്പ് നൽകുന്നു. ഇന്നേരം ആശുപത്രിയിൽ നമ്മൾ കാണുന്നത് ഗിയോൺവുവിൻ്റെ നില വല്ലാതെ വഷളാവുന്നതാണ്. അവൻ മരിക്കാൻ പോകുന്ന സിറ്റുവേഷൻ. സേയ ഒരു പേപ്പറിലായി തൻ്റെ ഭാഗ്യം നിർണ്ണയിക്കുന്ന സാജു എഴുതുമ്പോൾ ഗിയോണിൻ്റെ അവസ്ഥ അവളിൽ തൻ്റെ മാതാപിതാക്കളുടെ അപകടത്തിൻ്റെ ഓർമ്മകളെ ഉണർത്തുന്നു. നിർഭാഗ്യവശാൽ ഹാജൂൺ ആശുപത്രിയിലേക്ക് ഓടി എത്തുമ്പോഴേക്കും വൈകിപ്പോയിരുന്നു. കാരണം ഗിയോൺവുവിനെ രക്ഷിക്കാനും അവനെ പഴയതുപോലെ ആക്കാനും വേണ്ടി സേയ അവിടെ ആ ഗിരിഗോ ആപ്പിൽ ഒരു വിഷ് നടത്തിയിരിക്കുന്നു. ഇപ്പോൾ അവളുടെ അന്ത്യത്തിനും ടൈമർ സ്റ്റാർട്ടായിരിക്കുകയാണ്. ഹാജൂൺ അവളോട് എന്തിനിങ്ങനെ ചെയ്യുന്ന ടെൻഷൻ അടിച്ച് നിൽക്കെ അവൾ പറയുകയാണ് തൻ്റെ സുഹൃത്തുക്കളെ കൊല്ലുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്നും എങ്കിൽ മാത്രമേ ഗിയോണിൻ്റെ ടൈമർ നിർത്തി അവനെ സൂയിസൈഡിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂവെന്നും. സേയുടെ ആഗ്രഹം സഫലമായാൽ ഗിയോൺവുവും ഹിയോങ്വുക്കും കണ്ട ആത്മാവിനെ കാണാൻ അവൾക്കും കഴിയും. അങ്ങനെ അതിലൂടെ എങ്ങനെയും രക്ഷിക്കാനാണ് അവളുടെ പ്ലാൻ. ഹാജൂൺ തൻ്റെ സഹോദരിയുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതോടെ സത്യം വെളിപ്പെടുത്തി സേയോട് കൂടെ വരാൻ ആവശ്യപ്പെടുന്നു. ഇന്നേരം ഹയാങ് ആകട്ടെ എന്തൊരു വലിയ അപകടം വരാനിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഒപ്പമുള്ള ബാങ്ക് ബോർഡിനോട് കടാര എടുത്ത് തയ്യാറാക്കി വെക്കാൻ പറയുന്നു. വൈകാതെ ഗിയോൺവു സുഖം പ്രാപിക്കുന്നതും തൻ്റെ ആഗ്രഹം സഫലമായതിൽ സേയ സന്തോഷിക്കുന്നു. എന്നാൽ അവളുടെ സമയം ഇതോടെ എണ്ണപ്പെട്ടിരിക്കുകയാണ്. നാരി തൻ്റെ സാധനങ്ങൾ എടുക്കാൻ സേയുടെ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവിടെ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു വിവരം അറിയുകയാണ്. അവിടെ നിന്ന് അവൾ ഗിയോൺവുവിൻ്റെ ഫോൺ കണ്ടെത്തി അതിലെ ടൈമർ തമ്മിൽ താരതമ്യം ചെയ്യുകയാണ്, അതും അവളുടെ ഫോൺ വെച്ചിട്ട്. അപ്പോൾ നാരി ഇതിനിടയ്ക്ക് ആരും അറിയാതെ രഹസ്യമായ വിഷയം നടത്തിയിരുന്നു. അവളുടെ ഫോണിലെയും ഗിയോണിൻ്റെയും മരണ ടൈമുകൾ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ 8 മണിക്കൂർ വ്യത്യാസമുണ്ട്. അങ്ങനെ നോക്കി നിൽക്കെ പെട്ടെന്ന് ഒരു ഫോണിലെ ടൈമർ നിലയ്ക്കുന്നു, അതും ഗിയോൺവുവിൻ്റേത്. ഇതെങ്ങനെ സംഭവിച്ചു? നാരിയുടെ സംശയാസ്പദമായ പെരുമാറ്റത്തിന് കാരണം അതായിരുന്നു. അവളും ഒരാഗ്രഹം നേർന്നിട്ടുണ്ട്. എന്നാൽ അവൾ എന്താണ് ചോദിച്ചതെന്നും അതെന്തിനാണ് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വയ്ക്കുന്നതെന്നും നമുക്കറിയില്ല. മുഖ്യமாக ആ ടൈമർ സ്റ്റോപ്പ് ആയതിൻ്റെ പിന്നിൽ എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ വിഷസ് കുഡ്കിലിൻ്റെ ഒരു കിടിലൻ പാട്ടുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ലവ്ലീസ്.